നിലവിൽ ഡഫേദാർ തസ്തിക സംസ്ഥാനത്തെ 21 പോസ്റ്റുകളാണുള്ളത്. ജില്ലാ കളക്ടർമാർക്കും ജഡ്ജിമാർക്കുമെല്ലാം ഈ പോസ്റ്റിൽ ഡഫേദാർ സഹായിമാർ, അതായത് ഒരു ജില്ലയിൽ ജില്ലാ കളക്ടറുടെ ഡഫേദറിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ആ കളക്ടറുടെ ഏറ്റവും മുതിർന്ന അറ്റൻഡർമാരെയാണ് ഡഫേദർമാരായി നിയമിക്കുന്നത്. അത് അറ്റൻഡർമാർക്കുള്ള ഒരു പ്രൊമോഷൻ പോസ്റ്റാണ്. പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് 13 പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഈ ഡഫേദർമാരായി ഇപ്പോൾ അറ്റൻഡർമാർക്ക് താൽക്കാലിക ക്രമീകരണത്തിനെ തുടർന്ന്, അതായത് താൽക്കാലിക ക്രമീകരണമായി മാത്രമാണ് ജോലിക്ക് അവർ കയറാൻ തയ്യാറാകുന്നത്. കാരണം അറ്റൻഡർ തസ്തികയിൽ കയറുന്ന ഒരാൾക്ക് ഡഫേദറായി പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ വിരമിക്കുന്നത് വരെ ഡഫേദറായി തന്നെ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ വർക്കിംഗ് അറേഞ്ച്മെന്റായി കയറുകയാണെങ്കിൽ അവർക്ക് പിന്നീട് പ്രൊമോഷൻ കിട്ടുന്ന മുറയ്ക്ക് ആ തസ്തിക ഒഴിഞ്ഞു പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരും ഈ പ്രൊമോഷൻ തസ്തികയായി ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പകരം അറ്റൻഡർ തസ്തികയിൽ ഇരുന്നു കൊണ്ട് വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന നിലയിൽ മാത്രമാണ് ഈ പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. ഈ സാഹചര്യത്തിൽ ഈ തസ്തിക ഇങ്ങനെ നിലനിർത്തുന്നത് ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യത ഇല്ലാതാക്കുന്നു. ഒപ്പം ഈ പലരും ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ പോസ്റ്റ് ഒഴിവാക്കി പകരം ഇവർക്ക് അറ്റൻഡർ തസ്തിക തന്നെ നൽകാം എന്നുള്ളൊരു ശുപാർശ PSC സർക്കാരിന് നൽകിയിരുന്നു. സർക്കാർ വിശദമായി ഇത് ചർച്ച ചെയ്തു. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത കാര്യമാണ്. കാരണം ഡഫേദർ തസ്തിക എന്ന് പറയുന്നത് ഒരു ഗ്രേഡ് കൂടിയതാണ്. പക്ഷേ കുറഞ്ഞ തസ്തികയിൽ തന്നെ ഇരിക്കാൻ ജീവനക്കാർ തയ്യാറാകുന്ന സാഹചര്യത്തിൽ, ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടി ഇത് അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഏറ്റവും സുപ്രധാനമായ നമ്മളെല്ലാവരും കാണുന്ന പോസ്റ്റാണ്. അതായത് ജില്ലാ കളക്ടറുടെ പിറകിൽ യൂണിഫോം എല്ലാം ധരിച്ച് ചുവന്ന തൊപ്പിയും വെള്ള ഡ്രസ്സും എല്ലാം ധരിച്ച് നിൽക്കുന്ന ഡഫേദർമാരെ, ആ ഡഫേദർ പോസ്റ്റ് തന്നെ ഒരു കൊളോണിയൽ സങ്കല്പത്തിന്റെ ഒരു പിന്തുടർച്ചയായി തുടർന്നു പോകുന്നതാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും അതൊന്നുമല്ല കാരണം ആരും ഡഫേദർ പോസ്റ്റ് ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അത് പൂർണ്ണതയിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പലരും ഈ ഡഫേദർ പോസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത് 25 വർഷമെല്ലാം ഇതേ ജോലി തന്നെ ചെയ്ത് വിരമിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ ആ തീരുമാനം.